ബട്ടർഫ്ലൈസ് 1981 SSLC ബാച്ച് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981 SSLC ബാച്ച് ബട്ടർഫ്ലൈസ് 1ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഉദ്ഘാടന യോഗത്തിൽ സെബാസ്റ്റ്യൻ തയ്യിൽ സ്വാഗതം പറഞ്ഞു. നമ്മുടെ സംഘടനയുടെ ഇത്രയധികം ആൾക്കാരെ എത്തിച്ചേരുകയും നമുക്ക് നമ്മുടെ കൂട്ടുകാർ നൽകിയ അതിഗംഭീരമായ കൂട്ടായ്മയാണ്. അതിൽ കുറച്ചുപേരെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ജസി ടോമിൻ്റെയും സെക്രട്ടറി സക്രിയാസിൻ്റെയും ജനറൽ കൺവീനർ ജോർജ് തൈടപ്പാടിൻ്റെയും ട്രഷറർ മുരളീധരൻ്റെ നേതൃത്വത്തിൽ കുറച്ചുപേർ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ചുപേർ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും പങ്കുവച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പരിഗണിക്കുകയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ബട്ടർഫ്ലൈസ് പ്രസിഡന്റ് ജെസി ടോം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്നേഹപൂർവമായ എല്ലാവരെയും കണ്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. എല്ലാവരും തന്നെ 10-60 വയസ്സിനോട് അടുത്തിട്ട് കാണും. നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട പറയുന്ന സമയങ്ങളായി. അപ്പോൾ നമ്മുടെ ഒത്തുകൂടൽ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. കാരണം ഒരു ശാരീരിക സുഖത്തെ കഴിഞ്ഞും മാനസിക സുഖമാണ് ലോകത്തെല്ലാവർക്കും ആവശ്യം. ഇത്ര സമ്പന്നനായിരുന്നാലും ആരോഗ്യമുള്ളവനായിരുന്നാലും മാനസികമായി വളരെ സന്തോഷമുള്ളവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾക്ക് സന്തോഷത്തോടുകൂടി പണ്ട് 10-15 വർഷക്കാലം സ്കൂളിൽ പഠിച്ചപ്പോൾ ഒന്നിച്ച് ചേർന്നിരുന്ന ആ മുഖങ്ങളൊക്കെ ഇപ്പോൾ നല്ല പരിചയമാകുകയും വളരെ സ്നേഹമായ സംഭാഷണങ്ങളും ചില സുഹൃത്തുക്കൾ നമ്മൾ സ്പെഷ്യലായിട്ട് വിളിക്കുകയും അവരുമായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മൾക്കത് ഇത്രയും പേരെ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സാധാരണ ആദ്യ ഒരു വർഷത്തെ കൂടിച്ചേരല കുറേ ആൾക്കാരൊക്കെ വരും, ഒരാഘോഷം നടത്തി, പിന്നെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒന്നും അഡ്രസ്സ് കാണത്തില്ല. ഇതിപ്പോൾ നമുക്ക് 70ഓളം പേര് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 60-നും 70-നും ഇടയ്ക്കുള്ള ആൾക്കാർ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുതന്നെ നമ്മുടെ ഏറ്റവും വലിയ ഈ ആനിവേഴ്സറിയുടെ വിജയം എന്ന് പറയാം. നമുക്കെപ്പോഴും ഒരു ഹൃദയം തുറന്നുള്ള ഒരു സ്നേഹം, ഒരു സംഭാഷണം, ഒരു സൗഹൃദം, ഇതൊക്കെ നമ്മുടെ നാളെ വളരെ ആരോഗ്യമുള്ളൊരു മനസ്സുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഏറ്റവും വലിയ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഫാദർ തോമസ് പുതുപ്പറമ്പിൽ കേക്ക് മുറിച്ചു. ഒരു വർഷം പൂർത്തീകരിച്ചു. അപ്പോൾ 1ാം പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സാധാരണ പിറന്നാളെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് മുറിക്കലൊരു ചടങ്ങുണ്ടല്ലോ. അതുകൊണ്ട് ഈ 1ാം പിറന്നാൾ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. കേക്ക് മുറിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ ക്ഷണിക്കുകയാണ്. സക്കറിയാസ് അടിച്ചിലാമാക്കൽ, AN തങ്കച്ചൻ, മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പിലിക്കുട നിവർത്തി ആലിപ്പഴം പെറുക്കാൻ, പിലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ആലിപ്പഴം പെറുക്കാൻ പിലിക്കുട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പിലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. അപ്പൂപ്പൻ താടിയിൽ ഉപ്പിട്ട് കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം. തല കീഴായി നീന്താം, തല കീഴായി നീന്താം. കുടമാറ്റം കാണാം, പല കൂട്ടം കൂടാം. കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം, കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം. കൈയോട് കൈകോർത്തു കൂത്താടാം. ആലിപ്പഴം പെറുക്കാൻ പിലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി
നിവർത്തി വാ. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ? വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അപ്സലേ, നമ്മുടെ തെക്കപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.